ഹായ് ഫ്രണ്ട്സ്, ഞാൻ പുതുതായി ഒരു ടൈലറിങ്ങിൻ്റെ മാത്രം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. സൂരി ഹയാത്ത ചാനലിൻ്റെ പേര്. വെറും ടൈലറിങ് മാത്രമാണ് അതിലുള്ളത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെറിയ ചെറിയ നല്ല വീഡിയോസായിട്ട് ഞാൻ ഇതിലും വരും അതിലും വരും. കാരണം അതിൽ വെറും ടൈലറിങ് മാത്രമാണ്, ക്ലാസ്സായിട്ടും അങ്ങനെ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പിന്നെ എല്ലാം ഉണ്ട്, ഉൾപ്പെട്ട് എല്ലാം മിക്സാണ് ഇതിൽ. അപ്പം നിങ്ങൾ അതും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ വെട്ടിയിട്ട് കളയുന്ന തുണികളുണ്ടാവുമല്ലോ, കൊച്ചു കൊച്ചു പീസ്, അതൊക്കെ ജോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലിപ്പാക്കാം. ജോയിൻ്റ് ഇട്ടിട്ടും ചെയ്യാം, ജോയിൻ്റ് ഇടാൻ ചെയ്യാം. ഞാൻ ജോയിൻ്റ് ഇട്ടിട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്, അത് മറ്റേലിടാമെന്ന് വിചാരിച്ച്. ചെറിയ പീസ് ജോയിൻ്റ് ചെയ്ത് നീളം കൂട്ടുക, എന്നിട്ട് ഇതുപോലെ ഹെയർ ബാൻഡ് അടിക്കുക. അപ്പോൾ ഇനി കട്ട് ചെയ്ത് വരുന്ന ബാക്കി തുണി ഒന്നും കളയണ്ട, ആകെ 5 മിനിറ്റേ വേണ്ട. പിന്നെ എലാസ്റ്റിക് വാങ്ങിക്കുമ്പോൾ 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് വേണം. 1/4 എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് 1/5, അതായത് 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് വാങ്ങിക്കുക. അത് എലാസ്റ്റിക് വാങ്ങിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചില എലാസ്റ്റിക് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോകും. കുറച്ച് അധികം വലിയാത്ത ടൈപ്പുള്ള എലാസ്റ്റിക് വേണം. കാരണം നമ്മൾ ഒരിക്കൽ മുടിയിലിടുമ്പം തന്നെ അത് ചിലപ്പോൾ അങ്ങ് വലിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ അവരോട് പറയുന്നത് അധികം സോഫ്റ്റുള്ള എലാസ്റ്റിക് വേണ്ട, കുറച്ച് ഹാർഡായിട്ടുള്ള നല്ല കട്ടിയുള്ള, അതിന് കുറച്ച് പൈസ കൂടും തോന്നുന്നു, എനിക്കറിയില്ല. കുറച്ച് തിക്കായിട്ടുള്ള എലാസ്റ്റിക് വേണം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നല്ലോണം യൂസ് ചെയ്യാം. മറ്റേ പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന എലാസ്റ്റിക് ആകുമ്പോൾ അത് 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 തവണ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അന്നേരം പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോകും. കുറച്ചും കൂടി കട്ടിയുള്ളതാകുമ്പോൾ, നല്ല ക്വാളിറ്റി ആകുമ്പോൾ അത് നമുക്ക് കുറേ നാൾ നിൽക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റേ സൂരി ഹയാത്ത ചാനലും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മിഡിലാട്ടെ ഞാൻ എലാസ്റ്റിക് ഇടുന്ന, ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ല, അത് ഞാൻ മിഡിലോട്ടേക്ക് ആക്കിയിട്ട് അയൺ ചെയ്യാണ്. സ്റ്റിച്ച് ചെയ്തില്ല, അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ 2 സൈഡും ഞാൻ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മിഡിലാണ് ഈ എലാസ്റ്റിക് ഇടുന്നത്. ഇതുപോലെ 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അപ്പുറവും ഞാൻ മാർക്ക് ചെയ്യും. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം നേരെ നമ്മൾ മിഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് അയൺ ചെയ്യും. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഈ ക്ലോത്ത് ആയതുകൊണ്ട് അത്ര ക്ലിയർ ആകുന്നില്ല. ഞാൻ ഇൻഷാല്ലാ നല്ലൊരു ക്ലോത്തിൽ ഞാൻ വരാം. ഇതും എൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ബാക്കി ക്ലോത്താണ്. അപ്പോൾ ഞാൻ വെച്ച് കളയണ്ട, നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. വലിയ പണിയൊന്നുമില്ല, ഈസി ഉള്ളതുകൊണ്ട്, കുറച്ചും കൂടി എളുപ്പമുള്ളതുകൊണ്ട്, അതായത് കുറച്ചും കൂടി പ്രയാസം ഉള്ളതുകൊണ്ട് ഇത് ഹെയർ ബാൻഡ് അടിക്കുന്നത് തന്നെ. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.